ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫീസ് അവധിയാണ്, അതായത് മെയ് 1 നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു മാല എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലയാണ്. കുട്ടികളും ഞാനൊക്കെ ഒരുങ്ങി അങ്ങനെ ഏതാണ്ട് ഞങ്ങൾ കല്യാണ വീട്ടിൽ വന്നു കേട്ടോ. കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. വന്നതിന് ശേഷം അവിടെ പൈനാപ്പിളും അതേപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുടിച്ചു. പിന്നെ ഞങ്ങൾ തിരക്ക് കൂടുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഹിന്ദുസിൻ്റെ കല്യാണം ആയതുകൊണ്ടിട്ട് തന്നെ നമുക്കറിയാം നല്ല സദ്യയായിരിക്കും എന്നുള്ളത്. കാരണം നമ്മുടെയൊക്കെ കാര്യത്തിലൊക്കെ കൂടുതലും ബിരിയാണി ആയതുകൊണ്ടിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കറികളും ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഉപ്പേരിയും അതേപോലെ തന്നെ മധുരക്കറിയും അവിയലും പിന്നെ ഈ ഒരു സോയാബീൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ചോറും വന്നു, പരിപ്പ് കൂട്ടാനും വന്നു കേട്ടോ. അപ്പോൾ ചോറും പരിപ്പും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. ആദ്യം തന്നെ ഞാൻ കുഞ്ഞിനും അരി കൊടുത്തു കേട്ടോ. ചോറും പരിപ്പും അവന് ഇഷ്ടമാണ്, അവൻ കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അത് തന്നെ അടുത്തത് സാമ്പാറും വന്നു. പക്ഷെ ഞാൻ സാമ്പാർ എടുത്തില്ല. എനിക്ക് ചോറും സാമ്പാറുമായിട്ട് എനിക്ക് അത്ര വലിയ ഒരു താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ചോറും പരിപ്പ് കൂട്ടാനും ബാക്കിയുള്ള തൊടുകറികളും ഒക്കെ ആയിട്ട് നല്ലൊരു കല്യാണ സദ്യ കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ പായസം ഉണ്ടായിരുന്നു, 2 കൂട്ടം പായസമായിരുന്നു. ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് ബോളിയും ഈ ഒരു വെള്ളപ്പായസമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷെ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര മത്തായേ. പിന്നെ മറ്റേ പായസം ഞങ്ങൾ വേറെ ഒരു ഗ്ലാസ്സിലോട്ട് എടുത്തു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വരുന്ന വഴിയിൽ ഞങ്ങൾ 2 വീലറിലാണ് പോയത്. പിന്നെ വരുന്ന വഴിക്ക് കുട്ടികളുമായിട്ട് എത്താറായപ്പോഴത്തേക്കും ഞങ്ങളൊരു കടയിൽ കയറി ഓരോ ഷെയ്ക്കും കുടിച്ചു കേട്ടോ. ആക്ച്വലി ഈ ഷെയ്ക്ക് വാങ്ങിച്ചെങ്കിൽ തന്നെ ഇവളുമാരിത് മുഴുവൻ കുടിച്ചില്ല കേട്ടോ. ഞാനാണെങ്കിൽ ലൈം സോഡയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ലൈം സോഡയൊക്കെ ഇടിയായിരുന്നു എല്ലാവരും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഷെയ്ക്കെല്ലാം കൂടെ ഞാൻ പാഴ്സലാക്കി വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു കേട്ടോ. ലൈം സോഡ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ചൂടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടൊന്ന് ഫ്രഷായി തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് മുഖം കഴുകി എല്ലാം ഒന്ന് അഴിച്ചു വെച്ചപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസമായി കേട്ടോ. പിന്നെ ഓഫ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ കയറി കിടന്നു കേട്ടോ. എൻ്റെ അടുത്ത് വേറെ ആരും വന്ന് കിടക്കുന്നത് ഇവന് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പം ഭയങ്കരമായിട്ടും ബഹളം ഉണ്ടാക്കും. തൻ്റെ ഹംബ്രു വന്ന് കിടന്നതിന് അവൻ കരഞ്ഞുകൊണ്ട് പിണങ്ങി പോവുകയാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇന്നത്തെ രാവിലത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു കുറച്ച് ചീര വിളഞ്ഞപ്പോണെന്ന് കേട്ടോ. കുറച്ച് വിളായിരുന്നു കേട്ടോ. ഈ ഒരു 3 തണ്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പറിച്ചിട്ട് ചെറിയൊരു തോരനോ അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് മോരുകറിയോ വല്ലതും വെക്കാൻ പറഞ്ഞു കേട്ടോ. ആക്ച്വലി ഇത് കൂട്ടി മോരുകറി വെക്കുന്നതിൻ്റെ ഒരു വ്ളോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ നടന്നില്ല, എൻ്റെ ട്രൈപോഡ് ഒടിച്ചു കളഞ്ഞു കേട്ടോ എൻ്റെ മോൻ. നമ്മൾ സാധാരണ മോരുകറി വെക്കുന്ന പോലെ ചീനച്ചട്ടിയിൽ കടുകും ഉലുവായും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം കട്ട തൈരോട് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മാങ്ങാക്കറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൈതച്ചക്ക മാങ്ങാക്കറിയും പിന്നെ നമുക്ക് ചക്ക അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരുവിധം അടുക്കളയിലൊക്കെ റെഡി ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അമ്പ്രു ഓതാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നത്. ആക്ച്വലി നല്ല രസമുണ്ടല്ലേ ഈ പൂ കാണാൻ. ഇവളിങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഭംഗിയുള്ളത് കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലിയും സാമ്പാറും ഉള്ള ദിവസമാണെങ്കിൽ കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചുമ്മാ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ വന്ന് കഴിച്ചോളും, കാരണം അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഓഫീസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.